രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് 146-ാമത്തെ എപ്പിസോഡിലേക്ക് അഭിമാനപൂർവം കടക്കുകയാണ് രാധേ രാധേ ചാനലും അവരുടെ പ്രേക്ഷകരും. പ്രിയപ്പെട്ട പ്രേക്ഷകരും, എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്, അത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. ജ്യോതിഷപരമായ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാം. തികച്ചും സൗജന്യമായിരിക്കും. ആരുടെ കയ്യിൽ നിന്നും പൈസ രൂപകളൊന്നും തന്നെ ഇതിനു വേണ്ടി വാങ്ങിക്കുന്നതേ അല്ല. എന്ന് മാത്രമല്ല, പണച്ചെലവുള്ള പരിഹാരങ്ങളൊന്നും വേണ്ട. അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കേണ്ടവയുണ്ട്. മീരയുടെ കഥയുണ്ട്, ഭക്തമീരയുടെ കഥ ഉണ്ട്. പിന്നെ കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. നിശ്ചയമായിട്ടും അത് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ രാധാകവചം 2 ഉണ്ട്. ആ 2 രാധാകവചവും നമ്മൾ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കണം. രാധാകവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്, കൃഷ്ണപ്രിയ പാടിയിട്ടുമുണ്ട്. അതേ കണക്ക് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. എന്നെ സർവ പാവങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന കഥ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എൻ്റെ 96453339 നിങ്ങൾക്ക് എന്നെ വിളിക്കുകയും ചെയ്യാം. വാട്സപ്പ് നമ്പറുമാണ്. അതിലേക്ക് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ വട്ടം നമുക്ക് രാധാകുണ്ട് പറയാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ രാധാകുണ്ടിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ലളിത സഖിയെക്കുറിച്ച് നമുക്ക് അല്പവും കൂടെ പറയാനുണ്ട്. രാധാഭക്തർ നിശ്ചയമായും ലളിത സഖിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ രാധാറാണിയുടെ തോഴിമാരിൽ ഏറ്റവും പ്രധാനി ലളിത സഖിയാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതേ കണക്ക് ലളിത സഖിയുടെ നിയന്ത്രണമാണ് പലപ്പോഴും രാധാറാണിയെ നിയന്ത്രിക്കാൻ വരെ ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളാണ് ലളിത സഖി. അത്രയ്ക്ക് വലിയൊരു ആത്മബന്ധം ലളിത സഖിയും രാധാറാണിയും തമ്മിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു ദിവസം കൃഷ്ണൻ രാത്രി രാസലീലയ്ക്ക് വേണ്ടി തൻ്റെ ഓടക്കുഴൽ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ടാൽ പിന്നെ രാധാറാണിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? രാധാറാണി വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? ഓടി പുറത്തേക്ക് വന്നു. അപ്പൊ പെട്ടെന്ന് ലളിത സഖി മുമ്പില്. ലളിത സഖി പറഞ്ഞു, എവിടെ പോന്നു? അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചു. കൃഷ്ണൻ എനിക്ക് രാസലീലയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ഞാൻ പോകട്ടെ ലളിതേ? ഇപ്പൊ പോണ്ട. അതാ ലളിത സഖി. ലളിത സഖി വേറെ, ഇപ്പൊ പോണ്ട, അവിടെ ഇരിക്ക്. ഉടനെ രാധാറാണി ഇരുന്നു. അല്പനേരത്തേക്ക്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്തേ എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് അല്പം ഒന്ന് വിശ്രമിച്ച് ശ്വാസമൊക്കെ ഒന്ന് വിട്ടേ. ശ്വാസം നല്ല ആഴത്തിലെടുത്തിട്ടൊന്ന് വിട്ടേ. പാവൻ രാധാറാണി ശ്വാസം ആഴത്തിലെടുത്തിട്ട് വിട്ടു. എന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ കൃഷ്ണൻ അവിടെ തന്നെ ഇരിക്കും. കൃഷ്ണനെ അങ്ങനെയൊക്കെയാണ് ലളിത സഖി വിളിക്കുന്നത്, അവനൊക്കെയാണ് വിളിക്കുന്നത്. അവൻ കൃഷ്ണൻ അവിടെ തന്നെ ഇരിക്കും. അവൻ നിന്നെ കാത്ത് വികാരഭരിതനായിട്ടിരിക്കും. നീ എത്ര താമസിച്ചാലും യാതൊരു കുഴപ്പവുമില്ല, നിന്നെ കാത്തിരിക്കട്ടെ. മനസ്സിലായില്ലേ? എന്നാലേ രാധയെ നീ ആരാണെന്ന് അവൻ മനസ്സിലാക്കൂ. വിളിക്കുന്ന ഉടനെ നീ അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, ഓടിച്ചെല്ലേണ്ട ആവശ്യം ഇല്ല. പിന്നെ വേറെ ചില സന്ദർഭങ്ങളിൽ രാധാറാണി കൃഷ്ണനെ കാണാൻ പോകുമ്പം വീണ്ടും തടഞ്ഞു നിർത്തിയിട്ട് ഇതെന്താ ഇത്? ആ ഇടത് കാതിലെ കമ്മലില്ലേ, അത് ഒന്നുകൂടി ഒന്ന് മുറുക്കെ, അത് വല്ലാതെ ലൂസായിട്ട് ഇരിക്കുന്നല്ലോ. അതെ രാധേ, സാരി നന്നായിട്ടൊന്ന് ഉടുത്തേ. ഇങ്ങനെയാണോ ഉടുക്കുന്നത്? ഇതാ ഇവിടൊക്കെ ഇങ്ങോട്ടൊന്ന് കെട്ടിവെച്ചേ. നോക്കൂ, ഓടരുത്, നീ ഇപ്പൊ ആഹാരം കഴിച്ചതേ ഉള്ളൂ രാധേ. ആഹാരം കഴിച്ചിട്ട് അങ്ങനെ ഓടുന്നത് ശരിയാണോ? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ലളിത സഖി രാധാജിയുടെ ശരിക്കും ശിക്ഷ ഗുരു എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഒരു ശിക്ഷ ഗുരുവാണ് എന്ന് മാത്രമല്ല, രാധാജിയുടെ മറ്റു തോഴിമാരെയും മഞ്ജരിയെയും ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ലളിത സഖിയാണ്. തോഴിമാരെ മുഴുവനും ലളിത സഖിയുടെ നിയന്ത്രണത്തിലാണെന്ന സത്യം നിങ്ങൾ അറിയുക. ഭക്തിയിൽ സഞ്ചരിക്കുന്നവരെ, പ്രത്യേകിച്ചും രാഗാനുഗ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി. അത് ഇപ്പൊ ശരിക്കും എന്താണ് ഈ രാഗാനുഗ ഭക്തി എന്നറിയാമോ? രാഗാനുഗ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പുരാണ ഗ്രന്ഥം വായിച്ചിട്ടോ ഭഗവാന്റെ മഹിമകൾ കേട്ടിട്ടോ അങ്ങനൊന്നും ഉണ്ടാകുന്നതല്ല. അല്ലാതെ എനിക്ക് ഭഗവാനെ സേവിക്കണം എന്ന് തോന്നി ഉണ്ടാകുന്ന ഭക്തിയാണ് രാഗാനുഗ ഭക്തി. അങ്ങനെ സഞ്ചരിക്കുന്നവരെ ലളിത സഖിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഒരു കാര്യം നമ്മുടെ രാധാഭക്തർ മനസ്സിലാക്കണേ, നമ്മുടെ ലളിത സഖിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃഷ്ണനെ സേവിക്കുന്നവരും രാധാറാണിയെ സേവിക്കുന്നവരും, പ്രത്യേകിച്ച് രാധാറാണി ഭക്തര് ലളിത സഖിയെ നന്നായിട്ട് പ്രീതിപ്പെടുത്തണം. അതിന് ലളിത സഖിക്കുള്ള മന്ത്രമൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം സന്ദർഭം പോലെ. ലളിത സഖിയെ നിങ്ങൾ നന്നായിട്ട് പ്രീതിപ്പെടുത്തണം. അങ്ങനെ പ്രീതിപ്പെടുത്തിയാൽ രാധാകൃഷ്ണന്മാരുടെ നിത്യവുമുള്ള
രാധാകുണ്ടിലെ ലീലയിലേക്ക്, അതായത് നിത്യവ്രജ ലീല, അതിൽ പങ്കെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് രാധാജി ഒത്തുതരും, അല്ലെങ്കിൽ ലളിത സഖി ഒപ്പിച്ചു തരും. അതായത് ശരിക്കും പറഞ്ഞാൽ വൃജഭൂമിയിലെ ആരെങ്കിലും രാധാറാണിയെ സേവിക്കാൻ ആഗ്രഹിച്ചാൽ അപ്പൊ തന്നെ ലളിത സഖി ഓടി വരും, അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ രാധാഭക്തി ഉടലെടുത്താൽ ആ നിമിഷം മുതൽ നിങ്ങൾ ലളിത സഖിയുടെ സംരക്ഷണയിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇത് പറയുന്ന ഞാൻ ലളിത സഖിയുടെ സംരക്ഷണയിലാണ്. എൻ്റെ ഇത് കേട്ടിട്ട്, കേൾക്കുന്നവർക്കെല്ലാം എന്ന് ഞാൻ പറയില്ല, എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് രാധാറാണി അമ്മയിൽ ആർക്കാണോ കഠിനമായ ഭക്തി ഉണ്ടാകുന്നത്, അതും എങ്ങനെ, കൃഷ്ണനേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് രാധാറാണിയായിരിക്കണം. അങ്ങനെ കൃഷ്ണനേക്കാൾ വലുതാണ് എനിക്ക് രാധാറാണി എന്നാരാണോ വിചാരിക്കുന്നത്, അവരുടെ സംരക്ഷണം ലളിത സഖിയും ഏറ്റെടുക്കും, കൃഷ്ണനും ഏറ്റെടുക്കും. കൃഷ്ണൻ എപ്പോഴും കൃഷ്ണനെ ആരാധിക്കുന്നതല്ല ഇഷ്ടം, പിന്നെയോ രാധയെ ആരാധിക്കുന്നവരെയാണ് കൃഷ്ണൻ ഇഷ്ടമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലെ പലരും എന്താണ്, വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് അവരിയ്ക്കുന്നത്. അവരിങ്ങനെ കൃഷ്ണ 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 എന്നും പറഞ്ഞ് നടക്കുക. അതിന് കൃഷ്ണൻ അവരെ തള്ളി മാറ്റിയിരിക്കും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. എന്തു വന്നാലും കൃഷ്ണൻ, എന്തു വന്നാലും കൃഷ്ണൻ. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയരുത്, രാധയെ പിടിക്കും. വൃന്ദാവനത്തിലെ ജനങ്ങൾക്ക് കൃഷ്ണനാണ് ആജ്ഞ കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ പേര് ഉച്ചരിക്കരുത്, വൃന്ദാവനത്തിൽ രാധയുടെ പേരേ ഉച്ചരിക്കാവൂ എന്ന് കൃഷ്ണൻ ആജ്ഞ കൊടുക്കണമെങ്കിൽ കൃഷ്ണൻ എന്തുമാത്രം രാധയെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ രാധാഭക്തരെല്ലാവരും, ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധാറാണിയോടുള്ള ഭക്തരും ലളിത സഖിയുടെ സംരക്ഷണയിലായി കഴിഞ്ഞു. നമ്മുടെ ജീവൻ പോകുമ്പോൾ നമ്മുടെ ജീവൻ എടുക്കാൻ വേണ്ടി നാരായണ ദൂതന്മാരുമല്ല വരുന്നത്, യമദൂതന്മാരുമല്ല വരുന്നത്, മറ്റു ദൈവങ്ങളുടെ ദൂതന്മാരുമല്ല വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസരത്തിൽ നമ്മളെ സ്വീകരിക്കാനായി എത്തുന്നത് ലളിത സഖിയാണ്. രാധാഭക്തരെ സ്വീകരിക്കാൻ എത്തുന്നത് ലളിത സഖിയാണ്. അവരുടെ അടുക്കലേക്ക് യമന് പ്രവേശനമേ ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് എല്ലാ രാധാഭക്തരും ലളിത സഖിയെ പ്രാർത്ഥിക്കണം. ഞാനൊരു ഷോർട്ട് വീഡിയോ ലളിത സഖിയെ കുറിച്ച് ഇടുന്നുണ്ട്. അതിനകത്ത് ലളിത സഖിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ഇനി ശ്രദ്ധിച്ചു വെക്കുക, ഒരു മനോഹരമായ വസന്തകാലം. രാധാകുണ്ടില് ലളിത സഖിക്കായിട്ടൊരു വനമുണ്ട്. അത് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ആ ലളിത സഖിയുടെ വനത്തിലൂടെ രാധാറാണിയും ശ്രീകൃഷ്ണനും സഖിമാരുമൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. രാധാകുണ്ടിലെ ഏറ്റവും വലിയ നികുഞ്ചം ലളിത സഖിയുടെ നിയന്ത്രണത്തിലുള്ള നികുഞ്ചമാണ്. രാധാകുണ്ടിലെ ഏറ്റവും വലിയ വനത്തിന്റെ നിയന്ത്രണവും ലളിത സഖിക്കാണ്. ലളിത സഖിയുടെ നിയന്ത്രണത്തിലുള്ള വനം എന്ന് പറയുന്നത് 8 വനങ്ങൾ ചേർന്നതാണെന്ന് നിങ്ങൾ അറിയുക. എന്നിട്ട് ആ വന എങ്ങനെ ഇരിക്കുന്നതെന്നറിയാമോ? താമരയുടെ 8 ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കത്തില്ലേ? അത് ഏത് ആകൃതിയിലാണോ താമരയുടെ 8 ഇതളുകൾ വിരിഞ്ഞിരിക്കുന്നത്, അതേ ആകൃതിയിലാണ് നമ്മുടെ ലളിത സഖിയുടെ വനവും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലളിത സഖിയുടെ നിയന്ത്രണത്തിലുള്ള നികുഞ്ചത്തിന്റെ മുറ്റത്ത് ഒരു വലിയ കേളി മന്ദിരമുണ്ട്. കേളി മന്ദിരം എന്ന് പറഞ്ഞാൽ കൃഷ്ണനും രാധയ്ക്കും അവരുടെ പ്രണയ സല്ലാപങ്ങൾ നടത്താൻ ഒരു സ്പെഷ്യൽ വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ലളിത സഖിയുടെ നികുഞ്ചത്തിന്റെ മുറ്റത്ത് ഒരു കേളി മന്ദിരമുണ്ട്. ആ കേളി മന്ദിരത്തിന് 1000 ഇതളുള്ള ഒരു താമര വിരിഞ്ഞു നിന്നാൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ആകൃതിയാണ്. ഒരാള് ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു വീടാണ് എന്ന് തോന്നുകയില്ല. പകരം 1000 ഇതളുകളുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും. ആ വീടിൻ്റെ എല്ലാ വശങ്ങളിലും വാതിലുണ്ട്, എല്ലാ വശത്തും ജനാലകളുണ്ട്. ഈ മന്ദിരത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കൃഷ്ണന്റെയും രാധാറാണിയുടെയും പ്രണയലീലകളും നികുഞ്ചത്തിൽ നടക്കുന്ന കേളികളും എല്ലാം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പെയിന്റിങ്സ് ഉണ്ട്. പുറത്ത വാതിലിലും ആ കേളീഗ്രഹത്തിൻ്റെ പുറത്ത ഭിത്തിയിലും കൃഷ്ണൻ, പൂതന, അരിഷ്ടാസുരൻ,
തുടങ്ങി മറ്റ് അസുരന്മാരെ കൊല്ലുന്ന ചിത്രങ്ങളും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 3 നിലയുണ്ട്, മനസ്സിലായില്ലേ? രണ്ടാമത്തെ നിലയിൽ പിന്നെ 16 മുറികളാണുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ നിലയിൽ 16 മുറിയുണ്ട്. മൂന്നാമത്തെ നിലകളിൽ ഭിത്തിയില്ല. ഭിത്തിയില്ലാതെയാണ് മൂന്നാമത്തെ നിലയെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഭിത്തിയില്ലാതെ ഒരു മുറി, അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നികുഞ്ചങ്ങൾ കൊണ്ട് തീർത്ത ഭിത്തികളാണ് അവിടെ ഉള്ളത്, അല്ലാതെ മറ്റുള്ള ഭിത്തികളേ അല്ല. ഇതിന്റെ മുകളിൽ, മൂന്നാമത്തെ നിലയുടെ മുകളിൽ ഒരു രത്നം പതിപ്പിച്ച താഴികക്കുടമുണ്ട്. മൂന്നാമത്തെ നിലയിലെ മുറിക്ക് ഭിത്തികളില്ല, കാറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓപ്പൺ സ്പേസ് ആണ്. ഇടയ്ക്കൊക്കെ ഏതാണുള്ളത്? കൊച്ചു കൊച്ചു നികുഞ്ചത്തിന്റെ വള്ളി പടർപ്പുകൾ കാണാൻ സാധിക്കും. ഇതിന്റെ മൂന്നാമത്തെ നിലയുടെ മുകളിൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ വാർത്തു വെച്ചിരിക്കുന്നു എന്ന് കരുതുക, വാർത്തിട്ടില്ല അവിടെ, ഞാൻ പറഞ്ഞത്. അതിന്റെ മുകളിൽ ഒരു താഴിക കുടം വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എങ്ങനെയുള്ളത്? രത്നം പതിപ്പിച്ച താഴിക കുടം. ഈ മൂന്നാമത്തെ നിലയിൽ നിന്നുകൊണ്ടാണ്, അതായത് ലളിത സഖിയുടെ വനത്തിന്റെ മുറ്റത്തുള്ള ആ കേളി സദനത്തിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്നുകൊണ്ടാണ് രാധാകൃഷ്ണന്മാർ എന്ത് ചെയ്യുന്നത്? രാധാകുണ്ടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ രാധാറാണിയും കൃഷ്ണനും ഈ ലളിത സഖിയുടെ നിയന്ത്രണത്തിലുള്ള കേളി നികുഞ്ചത്തിന്റെ മൂന്നാമത്തെ നിലയിലെത്തിയിട്ട് രാധാകുണ്ടിലുള്ള ആ പ്രകൃതി സൗന്ദര്യം അവിടെ നിന്ന് ആസ്വദിക്കും. ഈ താഴിക കുടത്തില് 1000 എതളുള്ള താമര കൊത്തിവെച്ചിട്ടുണ്ടെന്നും നിങ്ങൾ അറിയണം. ഇവിടെ വേനൽക്കാലത്ത് പോലും നല്ല തണുപ്പാണ്. കാരണം വൃക്ഷങ്ങളുടെ കൊമ്പുകൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വീണ് സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തും. അങ്ങനെ കൃഷ്ണനും സഖിമാരും എന്ത് ചെയ്തു? രാധാകുണ്ടിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ലളിത സഖിയുടെ നികുഞ്ചത്തിലേക്ക് എത്തി. അപ്പോൾ കാണാം അവിടെ ഒരു വലിയ സ്റ്റേജ്, അതായത് ഒരു വലിയ വേദി ഒരുക്കിയിരിക്കുന്നു. ആ വേദി ഹോളി ആഘോഷത്തിന് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി നിറങ്ങളുള്ള പൊടികളും ജലങ്ങളും ഒക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ വൃന്ദാദേവി വന്നു. വൃന്ദാദേവി വന്നിട്ട് പറഞ്ഞു, ഓ കിശോര, ഓ കിശോരി, അതായത് കൃഷ്ണനും രാധയും. നോക്കൂ, ആ സ്റ്റേജിന്റെ തറ നോക്കൂ, അകിലും കസ്തൂരിയും കൊണ്ടങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഹോളി ആഘോഷിക്കണ്ടേ? കൃഷ്ണ, നിങ്ങൾക്ക് ഹോളി ആഘോഷിക്കാൻ വേണ്ടിയുള്ളതെല്ലാം തയ്യാറാണ്. വലിയ വാവട്ടമുള്ള സ്വർണ്ണ കുടം, അതിനകത്ത് ജലം, ആ ജലത്തിനകത്ത് അകിലും കുങ്കുമവും ചന്ദനവും കസ്തൂരിയും എല്ലാം കലക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് രത്നങ്ങൾ പതിപ്പിച്ച സിറിഞ്ചുകൾ വെച്ചിട്ടുണ്ട് വെള്ളം ചീറ്റാൻ. അതേ കണക്ക് തന്നെ ആ പൂക്കൾ കൊണ്ട് അമ്പുകളുണ്ട്, അമ്പിന്റെ ആകൃതിയിൽ ഇരിക്കുകയാണ്. അതിനകത്തേക്ക് ഈ ജലം നിറച്ചിട്ട് മറ്റുള്ളവരുടെ മുഖത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചീറ്റാൻ പറ്റും. കർപ്പൂരപ്പൊടിയും കുങ്കുമവും മറ്റും ചേർത്ത് പൂ കൊണ്ടുള്ള ബോംബുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ ബോംബുകൾ, അതായത് പൂ കൊണ്ടുള്ള പടക്കം എന്ന് നമുക്ക് പറയാൻ പറ്റും. അസ്ത്രങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അകിലും കർപ്പൂരവും കസ്തൂരിയും ചേർത്ത് പ്രത്യേകം പൂക്കൾ കൊണ്ടുള്ള ബോംബുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വൃക്ഷക്കറ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വൃന്ദാദേവി പറഞ്ഞു, കൃഷ്ണ, രാധേ, ഈ ബോംബുകൾ വളരെ മൃദുലമാണ്. നിങ്ങൾക്ക് ആരുടെ ദേഹത്തേക്കാണോ വെള്ളം വീഴിക്കണമെന്ന് തോന്നുന്നത്, ഈ ബോംബെടുത്ത് അയാളുടെ തലയുടെ മുകളിലേക്ക് എറിയുക. അത് താഴേക്ക് വരുമ്പോൾ വായുവിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് അത് പൊട്ടും. പൊട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ആ വെള്ളം, അതായത് കുങ്കുമവും ചന്ദനവും കലർത്തിയ വെള്ളം വന്ന് നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ദേഹത്തേക്ക് വീഴും. ഇതൊക്കെ ആരാ തന്നതെന്നറിയാമോ? ഇവിടുത്തെ വൃക്ഷങ്ങളാണ് തന്നത്. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണനും ഗോപികമാരും രാധാറാണിയും എല്ലാം സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ ആ സ്റ്റേജിൽ മുള കൊണ്ടും
മൃഗക്കൊമ്പ് കൊണ്ടും നിർമ്മിച്ച വെള്ളം ചീറ്റുന്ന വലിയ സിറിഞ്ചുകളുണ്ട്, കള്ളറ് നിറച്ചു വച്ചിരിക്കുന്ന ജലങ്ങളുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് രണ്ടായി മാറാം. ആണുങ്ങളെല്ലാം ഒരു ഭാഗത്ത്, സ്ത്രീകളെല്ലാം മറുഭാഗത്ത്. അങ്ങനെ ഗോപികമാരെല്ലാം ഒരു ഭാഗത്തായി, കൃഷ്ണനും കൂട്ടരും മറുഭാഗത്തായി. ഗോപികമാരെ നയിച്ചുകൊണ്ട് രാധാറാണി ഗോപികമാര് കുങ്കുമം നിറച്ച, ചന്ദന ജലം നിറച്ച ആ സിറിഞ്ചുകൾ എടുത്തു. കൃഷ്ണനും ഗോപികമാരും വെച്ചിലകൾ നന്നായിട്ട് മുറുക്കി. അപ്പൊ ഹോളി ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കൃഷ്ണനും രാധാറാണിയും സഖിമാരും ചേർന്ന് ആർത്ത് വിളിച്ചു, ഹോളി ഹോളി, ഓയ് ഹോളി ഹോളി, ഓയ് ഹോളി ഹോളി, ഓയ് ഹോളി ഹോളി. എല്ലാവരും കൈകൾ കോർത്തുകൊണ്ട് ആദ്യം നൃത്തം തുടങ്ങി. ഹോലി ഹോലി, ഓ ഹോലി ഹോലി, ഹോളി ഹോലി, ഓ ഹോലി ഹോലി. അവർ നാല് ചുറ്റും ആനന്ദ നൃത്തം ചവിട്ടി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആരംഭിക്കാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഗോപികമാരും രാധാറാണിയും കൂടെ ചേർന്ന് അതെ കലക്കി വെച്ചിരിക്കുന്ന കുങ്കുമവെള്ളം കൃഷ്ണന്റെ നേർക്ക് വീശിയെറിഞ്ഞു. കൃഷ്ണനും കൂട്ടരും വെള്ളത്തിൽ കുളിച്ചു. കൃഷ്ണൻ ഉടനെ തൻ്റെ തോളത്തിരുന്ന ആ കുങ്കുമം നിറച്ച സിറിഞ്ചെടുത്തു. അതെടുത്ത് ഗോപികമാരുടെ ദേഹത്തേക്ക് ചീറ്റി. കൃഷ്ണനും ഗോപികമാരും നനഞ്ഞു കുതിർന്നു. ആ സമയത്ത് ഗോപികമാരുടെ വസ്ത്രങ്ങൾ നന്നായി നനഞ്ഞിരിക്കുന്നു. അതിലൂടെ അവരുടെ ശരീരത്തിൻ്റെ മുഴുപ്പ് പതുക്കെ പ്രകടമാകാൻ തുടങ്ങി. ഒപ്പം ഇവരാടി ഉലയുകയാണ്. അല്ലേ, കൃഷ്ണൻ അവരെ അങ്ങോട്ട് കുങ്കുമ വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ അത് ദേഹത്ത് വീഴാതെ ആടി ഉലയുകയാണ്. അപ്പോൾ അവരുടെ മുടി ചുരുളുകൾ അഴിഞ്ഞു, വസ്ത്രങ്ങളുടെ സ്ഥാനം തെറ്റി. ഉള്ള വസ്ത്രത്തിലൂടെ നനഞ്ഞ അവരുടെ അംഗവടിവുകൾ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണന്റെ കണ്ണുകൾ ഗോപികമാരുടെ ശരീരഭാഗങ്ങളിലേക്ക് പോയി. അതേപോലെ ഗോപികമാരുടെ കണ്ണുകളും കൃഷ്ണന്റെ വസ്ത്രവും നനഞ്ഞൊട്ടി നിൽക്കുകയാണ്. നനഞ്ഞൊട്ടി നിൽക്കുന്ന കൃഷ്ണന്റെ ശരീരഭാഗത്തേക്ക് ഗോപികമാരുടെ കണ്ണുകളും പോയി. അപ്പൊ രാധാറാണി നോക്കുകയാണ്. കൃഷ്ണന്റെ കണ്ണുകൾ ഗോപികമാരുടെ പുറത്ത് പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാധാറാണിക്ക് കോപം വന്നു തുടങ്ങി. പതുക്കെ പതുക്കെ കോപം വന്നു തുടങ്ങി. പക്ഷെ ഇതറിയാതെ ഹോളി ആഘോഷം തകർത്താടുകയാണ്. രാധാറാണിക്ക് കൃഷ്ണന്റെ ഈ പ്രവൃത്തി ഒട്ടും അങ്ങോട്ട് രസിക്കുന്നില്ല. അപ്പൊ കൃഷ്ണൻ പെട്ടെന്ന് എന്ത് ചെയ്തു, രാധാറാണിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇങ്ങനെ ഓടി വന്നു. അപ്പൊ രാധാറാണി വെട്ടി ഒഴിഞ്ഞു. കൃഷ്ണൻ വീശി വെള്ളം എടുത്തൊഴിച്ചു. അപ്പൊ രാധാറാണി അങ്ങ് കുനിഞ്ഞു. അപ്പൊ രാധാജിയുടെ മുകളിലൂടെ ഈ വെള്ളം, കള്ളർ നിറച്ച വെള്ളം അങ്ങ് കടന്നുപോയി. ഈ സമയം ഒരു ഗോപിക ആരും കാണാതെ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി പുറകിലൂടെ വന്ന് ഒരു കുടം വെള്ളമെടുത്ത് കൃഷ്ണന്റെ തലയിലൂടെ ഒഴിച്ചു. കൃഷ്ണൻ നനഞ്ഞു കുതിർന്നു പോയി. അപ്പോൾ കൃഷ്ണനും കൂട്ടരും പറഞ്ഞു, ഇത് നിയമവിരുദ്ധമാണ്, ഇത് നിയമവിരുദ്ധമാണ്, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ രാധാജി പറഞ്ഞു, നീയും ചെയ്യുന്നത് നിയമവിരുദ്ധം തന്നെയാണ് കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഞാൻ എന്ത് നിയമവിരുദ്ധം ചെയ്തു? അതോ ഹോളി ആഘോഷിക്കുമ്പോൾ ശരീരത്തല്ല നോക്കുന്നത്, ജലമൊഴിക്കുകയാണ് വേണ്ടത്. അപ്പൊ കൃഷ്ണന് കാര്യം മനസ്സിലായി. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഹോളിയാണെന്ന്, ഇന്നത്തെ ദിവസം നമ്മൾ ആനന്ദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജലമെടുത്ത് എന്ത് ചെയ്തു, എല്ലാവരുടെയും ദേഹത്തേക്ക് ഒഴിച്ചു. അപ്പൊ കൃഷ്ണൻ ഒരു തന്ത്രം തോന്നി. കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഇതിനു വേണ്ടുന്ന പൗഡർ അങ്ങോട്ട് എടുത്തിട്ട് ഓരോ ഗോപികമാരെയും ബലമായി പിടിച്ചു നിർത്തി മുഖത്ത് തേക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ കൈകൾ ഗോപികമാരുടെ കവിളിലൂടെ ഓടി നടന്നപ്പോൾ അവരുടെ മുഖം ചുവന്നു, കണ്ണുകൾ കൂമ്പി അടഞ്ഞു, നാണം അവരെ മൂടി. ഓരോ ഗോപികയും കൃഷ്ണന്റെ അടുക്കിലേക്ക് നീങ്ങാൻ തുടങ്ങി. കൃഷ്ണൻ ഓരോരുത്തരെയും ഇതുപോലെ ഈ ചായം അങ്ങോട്ട് കവിളിൽ തേക്കാൻ തുടങ്ങി. അപ്പോൾ അവരും കൃഷ്ണന്റെ മുഖത്ത് ചായം തേക്കാൻ തുടങ്ങി. ഇപ്പൊ കൃഷ്ണൻ എല്ലാ ഗോപികമാരുടെ മുഖത്തും ചായങ്ങൾ തേക്കുന്നു. അതുപോലെ ഗോപികമാര് കൃഷ്ണന്റെ മുഖത്തും ചായം തേക്കുന്നു. പക്ഷേ ഇതൊട്ടും ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ടില്ല രാധാറാണിക്ക്. അല്പം പോലും രാധാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്പം കഴിഞ്ഞ് കൃഷ്ണനൊന്ന് നോക്കിയപ്പോൾ രാധാറാണിയില്ല. അപ്പോൾ കൃഷ്ണൻ രാധയെ തിരക്കി പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ മറ്റു ഗോപികമാര് കൃഷ്ണനെ വട്ടം പിടിച്ചിട്ട് അവര് കൃഷ്ണനോട് നൃത്തം ചവിട്ടാൻ പറഞ്ഞു. അപ്പൊ സുബലൻ എന്ത് ചെയ്തു? വാദ്യമേളങ്ങൾ മുഴക്കി നൃത്തമാടി. പക്ഷേ കൃഷ്ണന്റെ മനസ്സ് അസ്വസ്ഥമായി. തനിക്ക് നൃത്തത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രാധയില്ല. രാധ പിണങ്ങിപ്പോയതാണെന്ന് കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ പെട്ടെന്ന് അവിടുന്ന് അങ്ങ് അപ്രത്യക്ഷനായി കഴിഞ്ഞ് രാധാറാണിയെ തിരക്കി ആ വനങ്ങളിലൂടെ നടക്കുകയാണ്. ലളിതസഖിയുടെ നികുഞ്ചമെല്ലാം അന്വേഷിച്ചു. അവിടെ എങ്ങും രാധാറാണിയെ കാണുന്നില്ല. തങ്ങൾ സ്ഥിരം ചെന്നിരിക്കുന്ന ആ നികുഞ്ചത്തിൽ നോക്കി, അവിടെയുമില്ല രാധാറാണി. കൃഷ്ണൻ അവിടുന്ന് നടന്ന് വന്നപ്പോൾ യമുനയുടെ തീരത്ത് ഒരു പാറയുടെ പുറത്ത് രാധാറാണി ഇരിക്കുന്നു. കൃഷ്ണൻ രാധാജിയുടെ അടുത്ത് ചെന്നു. രാധാജിയുടെ കൈ പിടിച്ചപ്പോൾ കൃഷ്ണന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, വേണ്ട കൃഷ്ണ, നീ എൻ്റെ കൈ പിടിക്കണ്ട. നിനക്കിഷ്ടം മറ്റ് സ്ത്രീകളുടെ മുഖത്ത് ചായം തേക്കുന്നതല്ലേ, പൊയ്ക്കോ നീ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് രാധേ. ഇന്ന് ഹോളിയല്ലേ, ഇത് ഹോളിയിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഹോളിയാണ്, എല്ലാവരും ചെയ്യുന്നതുമാണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ല നീ ചെയ്യുന്നത്. അവരുടെ വസ്ത്രത്തിൽ നനവ് വീണപ്പോൾ നിന്റെ നോട്ടം ഞാൻ കണ്ടതാ കൃഷ്ണ. അതുപോലെ ഗോപികമാരുടേതും നീ എൻ്റെ അടുത്ത് ഇരിക്കണ്ട, നീ അവരോടൊപ്പം പൊയ്ക്കൊള്ളൂ. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ പറയരുതേ രാധേ, നീയാണ് എൻ്റെ സർവസ്വവും. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നത്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നമുക്ക് രണ്ടിനും മാത്രമായിട്ട് നമുക്ക് ഈ ഹോളി ആഘോഷിക്കാം. വരൂ രാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, ഇല്ല കൃഷ്ണ, നീയുമായിട്ട് ഇനി ഒന്നിനും ഞാൻ തയ്യാറല്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഉറപ്പാണോ രാധേ? അപ്പൊ രാധാജി പറഞ്ഞു, ഉറപ്പാണ് കൃഷ്ണ, നീ പൊയ്ക്കോ, നിന്നോടൊത്തിനി ഞാൻ ഹോളി ആഘോഷിക്കത്തില്ല എന്ന് പറഞ്ഞ് രാധാജി നടന്നുപോയി. കൃഷ്ണൻ ആകപ്പാടെ വിഷമിച്ചു. ഇനിയിപ്പൊ എന്തു ചെയ്യും? അങ്ങനെ രാധാജി ആ വനത്തിന്റെ ഇടയിലേക്ക് പോയി. പെട്ടെന്ന് രാധാറാണിയുടെ ഒരു വിളി വന്നു, കൃഷ്ണ കൃഷ്ണ. കൃഷ്ണന് പരിഭ്രമമായി. കൃഷ്ണൻ ഓടിച്ചെന്നപ്പോ കാണുന്നത് ഒരസുരൻ രാധാറാണിയുടെ വായും പൊട്ടിപ്പിടിച്ച് രാധാറാണിയെ പൊക്കിയെടുക്കുകയാണ്. ആ കൃഷ്ണൻ അങ്ങോട്ട് ഓടിച്ചെന്ന് അവന്റെ മുടിക്ക് പിടിച്ച് താഴേക്കിട്ടു. രണ്ടുപേരും കുത്തിമറിഞ്ഞു. രാധാറാണി ഭയപ്പാടോടെ നോക്കി നിന്നു. ആ സമയത്ത് കൃഷ്ണന്റെ ഒരു ആഘാതത്തിൽ അവൻ വീണു. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരം പിഴുതെടുത്ത് അവനെ അടിച്ചു കൊല്ലാനായിട്ട്. അപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. കൃഷ്ണൻ പുറകിനോടാൻ പോയപ്പോൾ രാധ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട കൃഷ്ണ, നീ പുറവിന് പോകണ്ട കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോകും, നിന്നെ തൊട്ടവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, വേണ്ട കൃഷ്ണ, അങ്ങനെ വേണ്ടെങ്കിൽ നിന്റെ പിണക്കം തീർന്നെന്ന് പറയൂ. രാധാജി പറഞ്ഞു, പിണക്കം തീർന്നു, എന്നെ ചേർത്ത് വയ്ക്കൂ എന്ന് കൃഷ്ണൻ രാധാജിയോട് പറഞ്ഞപ്പോൾ രാധാജി കൃഷ്ണന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ ഇല്ലാതെ ഞാനില്ല, നീയാണ് എൻ്റെ എല്ലാം, എൻ്റെ സർവസ്വവും നീയാണ്. കൃഷ്ണൻ രാധാജിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കൃഷ്ണൻ രാധാജിയുടെ അടുത്ത് പറഞ്ഞു, രാധേ, നീ ഒന്ന് കണ്ണു തുറന്നു നോക്കേ രാധേ. അപ്പൊ രാധാജി പറഞ്ഞു, ഇല്ല, എനിക്ക് നിന്റെ നെഞ്ചിലിങ്ങനെ കവിളുകൾ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു നിൽക്കുന്നതാണ് കൃഷ്ണ ഇഷ്ടം. പക്ഷേ രാധേ, ഒരാപത്തുണ്ട്, നീ കണ്ണു തുറന്നു നോക്കൂ രാധേ. അപ്പൊ രാധാറാണി ആപത്തെന്ന് നോക്കിയപ്പോൾ പരിഭ്രമിച്ച് കണ്ണു തുറന്നപ്പോൾ നേരത്തെ ഓടിപ്പോയ അതേ അസുരൻ. രാധാജി പറഞ്ഞു, കൃഷ്ണ. പെട്ടെന്ന്
ആ അസുരൻ കൃഷ്ണനായി മാറി. കൃഷ്ണനായി മാറിയപ്പോൾ ഇപ്പോൾ രണ്ട് കൃഷ്ണന്മാർ നിൽക്കുന്നു. രാധാജി അമ്പരന്നപ്പോൾ ആ അസുരനായ കൃഷ്ണനിൽ വന്നങ്ങ് ലയിച്ചു. അപ്പൊ കൃഷ്ണൻ രാധയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ പെണ്ണേ, എൻ്റെ രാധേ, ഈ പ്രപഞ്ചത്തിൽ എനിക്കല്ലാതെ ആർക്കെങ്കിലും നിന്റെ ശരീരത്ത് സ്പർശിക്കാൻ കഴിയുമോ രാധേ? അപ്പൊ രാധാറാണി അമ്പരന്ന് നോക്കി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിന്റെ പിണക്കം തീർക്കാൻ ഞാൻ ഒരു വഴിയും കണ്ടില്ല. അപ്പോൾ പിന്നെ അസുരന്റെ രൂപത്തിൽ ഞാൻ വന്നേത് രാധേ. അപ്പം നീ പേടിച്ചെന്നെ നിലവിളിച്ചു. നീ അല്ലേലും പറയുമല്ലോ ഞാനൊരു വലിയ മാജിക്കുകാരൻ, ജാലവിദ്യക്കാരനാണെന്ന്. ഇത് കൃഷ്ണന്റെ ഒരു ജാലവിദ്യയാണ്. നിനക്ക് വീണ്ടും കാണണോ രണ്ട് കൃഷ്ണന്മാർ നിൽക്കുന്നത്? പെട്ടെന്നപ്പുറത്ത് വീണ്ടും ഒരു കൃഷ്ണൻ വന്നു. അപ്പൊ രാധ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, കള്ള കള്ള, നീ അസുരനായോ, നീ അസുരനായോ? അപ്പോൾ പറഞ്ഞു, നിന്നെ കിട്ടാൻ, നിന്റെ സ്നേഹം കിട്ടാൻ ഞാൻ ആരുമാകും രാധേ, ഞാൻ ആരുമാകും രാധേ. അപ്പൊ വലിയ ഒരു ആർപ്പ് വിളി കേട്ടു, ഹോളി ഏയ് ഹോളി. അപ്പൊ കൃഷ്ണൻ രാധാജിയുടെ അടുത്ത് പറഞ്ഞു, ദേ ഗോപികമാര് നമുക്ക് നമ്മളെ ചായം പൂശാൻ വരികയാണ്, ഓടിക്കൂരാതെ ഓടിക്കൂരാതെ. കൃഷ്ണൻ രാധാജിയുടെ കയ്യും പിടിച്ചുകൊണ്ട് പാഞ്ഞു. പുറവിന് ഗോപികമാര് ഹോളി ഏ ഹോളി, രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.